അതേസമയം തന്നെ എല്ലാ ജില്ലകളിലും ഇതുപോലെ പരാതികൾ ഒരുപാട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുമായി തെളിവെടുപ്പുണ്ട് എന്ന് പോലീസ് നടത്തുന്നുണ്ട്. തട്ടിപ്പിന് ഉപയോഗിച്ച 21 അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ 500 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. സായിഗ്രാം ഡയറക്ടർ ആനന്ദകുമാർ 2 കോടിയും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് 46 ലക്ഷം വാങ്ങിയെന്ന് പ്രതി മൊഴി നൽകിയ സാഹചര്യമുണ്ട്. കേസിൽ ആനന്ദകുമാറിനെയും പ്രതി ചേർത്തേക്കുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അർച്ചന കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർച്ചന, ഈ തട്ടിപ്പിന്റെ അനന്ത ബന്ധങ്ങളും അതുപയോഗിച്ച് അയാൾ നടത്തിയ അനന്ത സാധ്യതകളുമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, പലതരത്തിലുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുക. അതിപ്പോൾ സ്കൂട്ടർ തട്ടിപ്പ് മാത്രമല്ല, ലാപ്ടോപ്പ്, മറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ കോഴിക്കോടിൻ്റെ പേരിൽ പോലും തട്ടിപ്പ് നടത്തിയെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നൊരു പരാതി എന്ന് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ഈ സായിഗ്രാം ഡയറക്ടറായ ആനന്ദകുമാറാണ്. ഇയാൾ പണം വാങ്ങിയിട്ടുണ്ട്, 2 കോടി രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് അനന്തകൃഷ്ണൻ മൊഴി നൽകിയ സാഹചര്യമുണ്ട്. ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ കൊടുത്തു എന്ന് മൊഴി നൽകിയ സാഹചര്യമുണ്ട്. അവിടെ ലാലി വിൻസെന്റിൻ്റെയൊക്കെ പ്രതിരോധം എത്രമാത്രം നിലനിൽക്കുന്നതാണ്? അഭിഭാഷക ഫീസായിട്ടാണ് ഈ പണം വാങ്ങിയതെന്ന വാദം നിലനിൽക്കുമോ? കാരണം 46 ലക്ഷം രൂപയൊക്കെ അഭിഭാഷക ഫീസായി വാങ്ങാൻ മാത്രം പേര് കേട്ടൊരു വക്കീലാണോ ലാലി വിൻസെന്റ്? നമുക്കറിയില്ല. കപിൽ സിബലൊന്നും അല്ലല്ലോ, ലാലി വിൻസെന്റ് അല്ലേ? അതുകൊണ്ട് തന്നെ 46 ലക്ഷം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, അഭിഭാഷക ഫീസായി വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? അർച്ചനയുടെ ഫോൺ അർച്ചന, ഞാൻ അർച്ചനയിലേക്ക് എത്താം. ഏതായാലും വലിയ സാമ്പത്തിക ഇടപാടുകൾ, നമുക്ക് 21 അക്കൗണ്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 500 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ അതുവഴി നടന്നതായാണ് കണ്ടെത്തൽ. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ പോലീസിന് ആകെ കിട്ടിയത് 3.25 കോടി രൂപ മാത്രമാണ്. ഏകദേശം 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള തട്ടിപ്പ് പല തരത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അതിപ്പോൾ സ്കൂട്ടർ ആകട്ടെ, ലാപ്ടോപ്പ് ആകട്ടെ, അങ്ങനെ പല, വാഷിംഗ് മെഷീൻ ആകട്ടെ, എല്ലാം പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് സാധാരണക്കാരായ മനുഷ്യരൊക്കെ പറ്റിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിയ വാഹന ഡീലർമാരെയും പറ്റിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സാധാരണക്കാർ മുതൽ വമ്പന്മാർ വരെയുള്ളവർ ആ തട്ടിപ്പിൻ്റെ വലകളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ അതിന് കുട പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ MLA മാരും MP മാരൊക്കെ ചിലപ്പോൾ പദ്ധതികളൊക്കെ ഉദ്ഘാടനം ചെയ്യാം. കാരണം സ്വാഭാവികമായും നാട്ടിലൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചാൽ അവരൊക്കെ പോകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ ഉദ്ഘാടന ചടങ്ങുകൾക്കപ്പുറത്തേക്ക് ഇതിന് കുടപിടിക്കുന്ന ഏർപ്പാടുകൾ ഈ നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന വലിയ സംശയം നിൽക്കുകയാണ്. അവിടെയൊക്കെയാണ് ഈ ലാലി വിൻസെന്റിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതിപട്ടികയിലേക്ക് വരുന്നത്. 46 ലക്ഷം രൂപ വാങ്ങുന്ന ഒരു അഭിഭാഷകയാണോ ലാലി വിൻസെന്റ് എന്ന് നമുക്ക് ചോദിച്ചാൽ തൽക്കാലത്തേക്ക് നമുക്കല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രമാത്രം പ്രമുഖയായ ഒരു അഭിഭാഷക സ്ഥാപനമൊന്നുമല്ല അവരുടേതെന്ന് കണ്ടെത്തേണ്ടി വരും. കാരണം 46 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അർച്ചന കൂടി ചേരുകയാണ്. അർച്ചന, 21 ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. അതിലൂടെ നടത്തിയത് 500 കോടി രൂപയിലധികം വരുന്ന ഇടപാടുകളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ സായിഗ്രാമിൻ്റെ ഡയറക്ടർ ആനന്ദകുമാറിന് 2 കോടി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് അതിൽ നിന്ന് 46 ലക്ഷം നൽകിയിട്ടുണ്ട്. അങ്ങനെ തുകകൾ ഇങ്ങനെ നീളുകയാണ്, വാങ്ങിയവരുടെ എണ്ണവും കൂടുകയാണ്. മനോ, തീർച്ചയായും ഒരു വലിയ തട്ടിപ്പിന്റെ ചുരുൾ ഓരോ ദിവസവും അഴിയുന്നതാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീങ്ങുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാളുമായി ബന്ധപ്പെട്ട് ഒന്ന് ആനന്ദകുമാറും മറ്റൊന്ന് ലാലി വിൻസെന്റിന്റെ പേരുമാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അതിൽ ആനന്ദകുമാർ, അതായത് ഈ സായിഗ്രാം ഡയറക്ടർ ഏകദേശം 2 കോടിയോളം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും 10 ലക്ഷം രൂപ ഇയാൾ ഓരോ മാസവും ഈ ആനന്ദകുമാറിന് അനന്തകൃഷ്ണ അയച്ചു കൊടുത്തു എന്നാണ് ഈ മൊഴിയിൽ പ്രധാനമായും പറയുന്നത്. എന്തായാലും ഇനി ഏറ്റവും പോലീസിന്റെ മുന്നിലുള്ളത് ഇത് വിശദമായി പരിശോധിക്കുകയാണ്. ശേഷം ഇയാളെ കേസിൽ പ്രതി ചേർക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുക, അതായത് ഇത്തരത്തിലുള്ള തുക ഇയാളിലേക്ക് എത്തിയിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നത്. കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ അയാളെയും ഇതിൽ പ്രതി ചേർക്കും. മാത്രമല്ല, ഈ ലാലി വിൻസെന്റ് 46 ലക്ഷം രൂപയാണ് കൈമാറിയിട്ടുള്ളത്. തന്റെ കക്ഷിയാണെന്നാണ് ലാലി വിൻസെന്റ്, കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് തുടക്കം മുതൽ പറയുന്നത്. എന്നാൽ ഒരു കക്ഷിയിൽ നിന്നും ഇത്രയും വലിയ തുക എങ്ങനെ വന്നു എന്ന കാര്യത്തിലടക്കം പോലീസ് പരിശോധിക്കുകയാണ്. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ 7ാം പ്രതിയായി ഇപ്പോൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നതും. മാത്രമല്ല, ഇവർ പല ഡീലർമാർക്കും അനന്തകൃഷ്ണനുമായി ബന്ധപ്പെടുത്തി കൊടുത്തിരുന്നതടക്കമുള്ള കാര്യം ഇവർ തന്നെ മാധ്യമങ്ങളോടക്കം സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് എന്റെ മകനെ പോലെയായിരുന്നു അനന്തകൃഷ്ണൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു
ഒരു ക്ലയൻറ്റ് ആ രീതിയിൽ മകനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ സ്വാഭാവികമായും അതിനപ്പുറമുള്ള വളരെ അടുപ്പമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി തന്നെ ഇത്രയും വലിയ തുക അഭിഭാഷക ഫീസായി ലാലി വിൻസെന്റ് വാങ്ങിയതിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം നമ്മുടെ അറിവിൽ അത്രമാത്രം പ്രമുഖമായ ഒരു അഭിഭാഷക ഗ്രൂപ്പൊന്നും അല്ലല്ലോ ലാലി വിൻസെന്റിൻ്റേത്. അപ്പോൾ ഇത്രയധികം തുക എന്തിനു വാങ്ങി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആനന്ദകുമാറിന്റെ ബന്ധം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി ഇതിനിടയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവരൊക്കെ പരസ്പരം കണക്റ്റഡ് ആണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും ഈ തട്ടിപ്പ് പുറത്തു വന്നപ്പോഴും അവർ ഇത്തരത്തിൽ അനന്തു കൃഷ്ണനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ലാലി വിൻസന്റെ പ്രതികരണങ്ങൾ ഉണ്ടായത്. അവൻ തനിക്ക് മകനെ പോലെയാണ്, അത്തരത്തിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന തരത്തിലൊരു വിശദീകരണം, ന്യായീകരണമാണ് അവർ നടത്തിയത്. മാത്രമല്ല, അനന്തു കൃഷ്ണൻ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തുന്നയാളല്ല. അതായത് ഇത്രയും പരാതികൾ വിവിധ ജില്ലകളിൽ നിന്ന് ലഭിക്കുമ്പോഴും അവൻ അത്തരത്തിലൊരു തട്ടിപ്പ് നടത്തുന്ന ആളല്ല എന്നാണ് ലാലി വിൻസൻ പറഞ്ഞത്. അതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ്. മാത്രമല്ല, ഇത്രയും രൂപ എങ്ങനെ ഇവർക്ക് എന്തിന്റെ പേരിലാണ് ഇത്രയും വലിയ തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. മാത്രമല്ല, ഈ അനന്തു കൃഷ്ണ കൊച്ചിയിലാണ് താമസിച്ചത്. അവിടെ ഫ്ളാറ്റ് എടുത്ത് നൽകിയതെല്ലാം തന്നെ ലാലി വിൻസെന്റാണ്. അത്തരത്തിൽ പൂർണ്ണമായും ലാലി വിൻസെന്റ് ഒരു കസ്റ്റഡിയിൽ തന്നെയായിരുന്നു അനന്തു. എല്ലാ പ്രവർത്തനങ്ങളിലും ലാലി വിൻസെന്റ് ഉണ്ടായിരുന്നു. അത് CCTV ദൃശ്യങ്ങളിൽ അവർ പലപ്പോഴായി ഇയാളുടെ ഫ്ളാറ്റിലടക്കം വരുന്നത് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക ഇടപാട് ലാലി വിൻസെന്റുമായി നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ഈ മൊഴിയിലാണ് ഇത്തരത്തിൽ 46 ലക്ഷം രൂപ ലാലി വിൻസെന്റ് കൈമാറി. അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ കൈമാറിയിട്ടുണ്ടെന്ന് ഈ മൊഴിയിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് സായിഗ്രാം ഡയറക്ടർ അനന്തകുമാറിന്റെയും അതുപോലെ ഈ ലാലി വിൻസന്റെയും പേരുകളാണ്. അതിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നീളുന്നത്. അതുകൊണ്ട് തന്നെയാണ് അകത്തിൽ 7ാം പ്രതിയായി ലാലി വിൻസെന്റ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് ഇത് നടക്കാനുള്ളത്. മാത്രമല്ല, ഇതിന്റെ തെളിവുകളും വിവരങ്ങളെല്ലാം തന്നെ പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കാണ് ഇനി പോലീസ് നീങ്ങുന്നത്. അതിന് മൂവാറ്റുപുഴ വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് അതിനിടെ എറണാകുളത്ത് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവെടുപ്പ് കൂടിയാണ് ഈ അനന്തകൃഷ്ണന്റെ കമ്പനി പ്രവർത്തിച്ചിരുന്ന കടവന്ത്രയിലെ സ്ഥാപനത്തിലും അതുപോലെ ഫ്ളാറ്റിലുമാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. നേരത്തെ തന്നെ പോലീസ് ഇവിടെ എത്തി വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ, ഈ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ പോലീസ് അവിടെ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പ്രതി ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. മാത്രമല്ല, 21 അക്കൗണ്ടുകളാണ് ഇതുവരെ പോലീസ് മരവിപ്പിച്ചത്. ഈ 21 അക്കൗണ്ടിലൂടെ 500 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് പോലീസ് വിവരങ്ങൾ തേടുകയാണ്. ഇതുകൂടാതെ 30ഓളം കോടി രൂപ ഡീലർമാർക്ക് കൊടുക്കാൻ, അതായത് പലരെയും ഈ അനന്തകൃഷ്ണ സമീപിക്കുന്നത് ഈ കേന്ദ്ര സഹായത്തിലൂടെ നൽകുന്ന പദ്ധതി, കേന്ദ്ര സഹായ പദ്ധതിയാണെന്ന് പറഞ്ഞാണ്. അതിൽ ആളുകൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കുക എന്തായിരുന്നു അനന്തകൃഷ്ണ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് പലരെ അല്ല, ഈ ശോഭാ കരന്തലജയെ പോലുള്ള കേന്ദ്രമന്ത്രിമാരെ അടക്കം കൊണ്ടുവന്നല്ലേ ചില സംഭവങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതല്ലേ? തീർച്ചയായും അത്തരത്തിൽ BJP നേതാക്കൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. അതിൽ AN രാധാകൃഷ്ണനും അതുപോലെ ആനന്ദകുമാറും ചേർന്നാണ് ഈ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചത്. 2023 ഇവർ ആദ്യമായി ഇത്തരത്തിലൊരു NGO കോൺഫറൻസിന്റെ കീഴിൽ ഇത്തരത്തിൽ ആദ്യമായി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ NGO കോൺഫറൻസിന്റെ ബൈലും അടക്കം ഇത്തരത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഈ തുകയെല്ലാം ഇവർ വകയിരുത്തിയത്. അത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്താൻ അതിനെ കൂടി മറവാക്കി എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിലെല്ലാം തന്നെ വിശ്വാസ്യത നേടിയെടുക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി ഈ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു. അത് അയാൾ കൃത്യമായി ഗൂഢാലോചന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പല ഡീലർമാരെയും ഇയാൾ സമീപിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ ലാപ്ടോപ്പുകൾ നൽകിയ ആളുകളുണ്ട്, ഈ മറ്റു ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, തയ്യൽ മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങളെല്ലാം നൽകിയവരെല്ലാം തന്നെ വിശ്വാസം അയാൾ കയ്യിലെടുത്തത് ഇത്തരത്തിൽ രീതിയിലാണ്. അതായത് പല സംഘടനകളെയും പേര് പറഞ്ഞ്, കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞ്, മാത്രമല്ല പല സോഷ്യൽ മീഡിയയിൽ അടക്കം ഇയാളുടെ ഫോട്ടോകൾ നമ്മൾ കണ്ടതാണ്. പല നേതാക്കളോടൊപ്പം, അതായത് AN രാധാകൃഷ്ണൻ, നരേന്ദ്രമോദി തുടങ്ങിയ ആളുകളോടൊക്കെയുള്ള ഫോട്ടോകളാണ് ഇയാളുടെ കയ്യിൽ. ഇത്തരത്തിൽ ആളുകൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കുക എന്താണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനാണ് അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ അടക്കം ഈ ഫോട്ടോകളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തത്. അത്തരത്തിൽ ആളുകളുടെ ശ്രദ്ധ നേടി ഡീലർമാരിലേക്കും എത്തിക്കുകയായിരുന്നു. ഇത്തരത്തിൽ 30ഓളം കോടി ഡീലർമാർക്ക് കൊടുക്കാനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഇയാൾ പറഞ്ഞ പ്രധാനപ്പെട്ട വിശദീകരണം എന്ന് പറയുന്നത് ഈ 30ഓളം കോടി കൊടുക്കാൻ കഴിയാഞ്ഞത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് കൊണ്ടാണ് എന്നാണ്.
എന്നാൽ അതല്ല ഇതിന്റെ ന്യായീകരണം എന്ന് വ്യക്തമാണ്. മാത്രമല്ല പല ഡീലർമാരും ഇത്തരത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കാരണം ഈ ലാപ്ടോപ്പ് നൽകിയ പല കമ്പനികൾക്കും ഇത്തരത്തിൽ കോടികളാണ് കൊടുക്കാനുള്ളത്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ പല അഡ്വക്കേറ്റ്മാരെയും സമീപിച്ചിട്ടുണ്ട്. കേസ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് അവർ. മാത്രമല്ല എറണാകുളത്ത് തന്നെ ഇപ്പോൾ നിരവധി പരാതികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പലരും സാധാരണക്കാരായ വീട്ടിലെ ആളുകളാണ്, സ്ത്രീകളാണ് ഇതിനെല്ലാം തന്നെ ഇരയായിരിക്കുന്നത്. അവരിൽ നിന്നും ഇത്തരത്തിൽ വലിയ തുക വാങ്ങിയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. ചിലർക്കൊക്കെ ഇത്തരത്തിൽ സഹായം ലഭിക്കുമ്പോഴും അതിൽ കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ സഹായം ലഭിക്കാത്തവരാണ്. അതെല്ലാം തന്നെ ഇത്തരത്തിൽ പരാതികളുമായി രംഗത്തെത്തുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നത്തെ തെളിവെടുപ്പിനോടുകൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. മാത്രമല്ല കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത. കണ്ണൂരും അതുപോലെ മൂവാറ്റുപുഴയിലെല്ലാം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യാൻ കോടതിയോട് ആവശ്യപ്പെടും. അത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും ഇപ്പോൾ ഈ സായിഗ്രാമൻ ഡയറക്ടറുടെ പങ്ക് അത് വലിയ രീതിയിൽ വെളിവാക്കുന്നതാണ്. 2 കോടിയോളം രൂപ അയാൾക്ക് ഓരോ മാസവുമായി നൽകിയിട്ടുണ്ട്. അതായത് 10 ലക്ഷം രൂപ ഓരോ മാസം നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാകുമ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. മാത്രമല്ല ലാലു വിൻസെന്റും 46 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ഇവരെല്ലാം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ തെളിവെടുപ്പ് പ്രധാനമായും ഈ അനന്തകൃഷ്ണന്റെ ഇത്തരത്തിൽ കമ്പനിയായി പ്രവർത്തിച്ച സ്ഥാപനത്തിലും അതുപോലെ ഈ ഫ്ളാറ്റിലുമാണ്. ഇവിടങ്ങളിൽ നിന്നാണ് അനന്തകൃഷ്ണ പ്രധാനമായും ഈ NGOയുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയത്. ഈ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളുമെല്ലാം തന്നെ ഈ ഫ്ളാറ്റിൽ നിന്നാണ് പോലീസ് പിടികൂടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ തെളിവെടുപ്പ് ഏറ്റവും നിർണായകമാണ്. അതേസമയം തന്നെ 21 അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സാമ്പത്തികമായ ഇടപാടുകൾ പോലീസ് കണ്ടെത്തുകയാണ്. ഓരോ ദിവസവും ഇത്തരത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിവാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സമഗ്രമായ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ശരി, നമുക്ക് നോക്കാം അർച്ചന എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന്. ഏതായാലും സാധാരണക്കാരെയും ഒപ്പം തന്നെ വലിയ വലിയ വാഹന ഡീലർമാരെ അടക്കമാണ് വലിയ തോതിൽ പറ്റിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് അർച്ചന നമുക്ക് നൽകിയത്.